പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയ പദ്ധതികളിൽ ഏറ്റവും കയ്യടി നേടിയ പദ്ധതികളിലൊന്നാണ് തൂഫാൻ. ലഹരിക്കെതിരായ പുതിയ പോരാട്ട മുഖം തുറന്നിരുന്നു തൂഫാൻ വാരിയേഴ്സൊക്കെ കളം നിറഞ്ഞ് നിൽക്കുമ്പോഴാണ് പുതിയൊരു പദ്ധതിയുമായി വീണ്ടും ആഭ്യന്തര വകുപ്പ് വരുന്നത്. ലഹരിക്കും മയക്കുമരുന്നിനുമെതിരായ തൂഫാൻ പദ്ധതിക്ക് പിന്നാലെ അഴിമതിക്കെതിരെ പുതിയ പദ്ധതിയുമായിട്ടാണ് ആഭ്യന്തര വകുപ്പിന്റെ നീക്കം. സർക്കാർ വകുപ്പുകളിലെ അഴിമതി തടയാനുള്ള വിജിലൻസിന്റെ പ്രോജക്റ്റ് സീറോ പദ്ധതിയാണ് പുതിയ ഘട്ടം. ഇതിനായി യുവാക്കളെ വിസിൽ കമാൻഡോകളായി കളത്തിലിറക്കും. ചലച്ചിത്ര താരം നിവിൻ പോളിയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ചേർന്ന് വിസിൽ മുഴക്കിയാണിന്ന് ഈ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുക. എന്താണ് ഈ പദ്ധതി, എന്താണ് ഈ പുതിയ നീക്കം എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഡാൻ കുര്യൻ വിശദമായി തന്നെ നമുക്കൊപ്പം കാര്യങ്ങൾ വിശദീകരിക്കും. ഡാൻ, സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് നടത്തുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട പദ്ധതിയാണിത്. യഥാർത്ഥത്തിൽ സർക്കാർ വകുപ്പുകളിലെ അഴിമതി തടയുക എന്ന ലക്ഷ്യമാണോ ഇതിന് പിന്നിലുള്ളത്? എന്താണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇതിൻ്റെ നീക്കം? സംസ്ഥാനത്ത് ലഹരി കടത്തിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ഓപ്പറേഷൻ തുഫാൻ പദ്ധതി വലിയ ജനകീയമായി ചർച്ച ചെയ്യപ്പെടുകയും നിരവധി കേസുകൾ ഓരോ ദിവസവും രജിസ്റ്റർ ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിന് പിന്നാലെയാണ് സർക്കാർ ഓഫീസുകളിലെ അഴിമതിക്ക് പൂർണ്ണമായി തടയിടുക എന്ന ലക്ഷ്യത്തോടെ പ്രൊജക്ട് സീറോയുടെ ഭാഗമായുള്ള വിജിലൻസ് വിസിൽ പദ്ധതിക്ക് കൂടി ഇന്ന് തലസ്ഥാനത്ത് ആഭ്യന്തരമന്ത്രി തുടക്കം കുറിക്കുന്നത്. അല്പസമയത്തിനകം ഈ പദ്ധതിയുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. പ്രധാനമായി എടുത്തു പറയാനുള്ള കാര്യം, കൈക്കൂലി കൊടുക്കാതെ സർക്കാർ ഓഫീസുകളിൽ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ നൽകുക, ആ വലിയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെയൊരു പദ്ധതിക്ക് തുടക്കമിടുന്നത്. 1064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ഏതൊരു വ്യക്തിക്കും അഴിമതിയായി അല്ലെങ്കിൽ കൈക്കൂലിയായി പണം ആവശ്യപ്പെട്ടാൽ ആ പണം ആവശ്യപ്പെട്ടു എന്നുള്ള വിവരം അറിയിക്കാൻ കഴിയും ഈ പദ്ധതിയിലൂടെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഒരു ജനകീയ പദ്ധതി അതിനെ മാറ്റുന്നതും അതുതന്നെയായിരിക്കും. അതായത് വ്യക്തികളുടെ വിവരങ്ങൾ ഒരു തരത്തിലും പുറത്തു പോകാത്ത തരത്തിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട എത്ര പ്രധാനപ്പെട്ട വിവരങ്ങളായാലും അത് ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പൊതുജനങ്ങൾക്ക് ഈ സർക്കാർ സംവിധാനങ്ങളെ, വിജിലൻസ് സംവിധാനങ്ങളെ അറിയിക്കാൻ കഴിയും എന്നതാണ് അതിൻ്റെ ഒരു നേട്ടവും. അതുകൊണ്ട് തന്നെയാണ് വളരെ രഹസ്യമായി അല്ലെങ്കിൽ സ്വകാര്യമായി വിവരങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ കൈമാറുന്നതിനുള്ള ഒരു അവസരം കൂടി ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഒരുക്കുന്നത്. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ഈ ശ്രീകാര്യത്തുള്ള ലയാള സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ചലച്ചിത്ര താരം നിവിൻ പോളി കൂടി ഇവിടേക്ക് എത്തും. ഇവിടുത്തെ വിദ്യാർത്ഥികളെ സാക്ഷിയാക്കിക്കൊണ്ടായിരിക്കും നിവിൻ പോളി വിജിലൻസിൻ്റെ ആദ്യ കമാൻഡോവായി ഈ പദ്ധതിയുടെ ഭാഗമാകുക. തുടർന്ന് പൊതുജനങ്ങൾക്കും യുവജനങ്ങൾക്കുമൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമാകാനുള്ള അവസരം കൂടി ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പറയുന്നതിന് അപ്പുറത്തേക്ക് ഏത് തരത്തിൽ ഈ അഴിമതിയെ സർക്കാർ ഓഫീസുകളിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയും എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്ലാൻ കൂടി തയ്യാറാക്കിയിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ കൂടി ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ തുഫാന് പിന്നാലെ ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി ഈ ഗ്രൗണ്ട് സീറോ എന്ന പേരിൽ, പ്രൊജക്ട് സീറോ എന്ന പേരിൽ ഇപ്പോൾ ഈ പുതിയ ഒരു പദ്ധതി കൂടി, അതായത് വിജിലൻസ് വിസിൽ എന്ന പേരിൽ വിസിൽ മുഴക്കിക്കൊണ്ട് അഴിമതിക്കെതിരെ സന്ദേശം നൽകി ചലച്ചിത്ര താരം നിവിൻ പോളി തന്നെ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് യുവജനങ്ങൾക്കിടയിൽ അഴിമതിക്കെതിരായ ഒരു ബോധവൽക്കരണം നടക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ പുതിയ പദ്ധതിക്ക് ഇന്ന് തുടക്കം കുറിക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും ആഭ്യന്തര വകുപ്പിൻ്റെ പുതിയ നീക്കമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. ആഭ്യന്തരമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തായാലും ഇതൊരു പുതിയ തുടക്കമാണ്, വലിയ നീക്കമാണ് ഉണ്ടാവുക എന്ന് തന്നെയാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രഖ്യാപനം. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഉണ്ടാവുന്നത്. അതിൻ്റെ ഭാഗമായുള്ള നീക്കങ്ങളാണ് കാണുന്നത്. യുവാക്കളെ അടക്കം ഇതിൻ്റെ കമാൻഡോകളായി കളത്തിലിറക്കിയാണ് പദ്ധതി. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി അവിടേക്ക് വരികയാണ്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഉടനെ നടക്കും. അവിടെ നിന്ന് ഉള്ള ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. അങ്ങനെ ഈ പദ്ധതി ഒരു പുതിയ തുടക്കമാവുന്നു എന്നതാണ്. അഴിമതിക്കെതിരായ പുതിയ പോരാട്ടം. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ ആഭ്യന്തര വകുപ്പിൻ്റെ ആ പദ്ധതിയാണിപ്പോൾ പുതിയത് പുറത്തുവരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.